പരിശുദ്ധമായ ഗോതമ്പ് കൊണ്ട് നിന്നെ അവിടുത്തെ വചനം പാഞ്ഞു വിതറുന്നു. പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടി അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. അവൾ പരിശുദ്ധാത്മാവിനാൽ ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിയുകെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കരുമായിരിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തു. തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മെ ചൊരിഞ്ഞ് തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമധിക്കാത്ത നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം കാലത്തിന്റെ പൂർണ്ണതയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവിന്റെ മാതാവായ മറിയവും യോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം പ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. കർത്താവിന്റെ സുവിശേഷം. പിതാവിനും ഇത്രയും സ്നേഹബഹുമാനപ്പെട്ട രാജേഷ് മാതിരച്ച, പ്രിയപ്പെട്ട ജോബിനച്ച, ഈ തിരുനാൾ ഇത്രത്തോളം മനോഹരമായി ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധി കുടുംബാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ ആശ്രയ കേന്ദ്രമായ യൗസപിതാവിന്റെ നാമധേയത്തിലുള്ള ഈ ചാപ്പലിലെ തിരുനാൾ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നത് തന്നെയാണ്. യൗസപിതാവിന്റെ മാധ്യസ്ഥം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴും ഈ പരിശുദ്ധമായ ആലയത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നിരന്തരം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തോടും കടന്നു വരുന്ന ഈ ചാപ്പലിലെ തിരുനാൾ ദിനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ ദിനങ്ങളല്ലാതെ ആയി എങ്ങനെയാണ് മാറുക? ഈ തിരുനാൾ ദിനങ്ങളിലൂടെ ഇനിയും ധാരാളം ദൈവകൃപകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഈ സമൂഹത്തിലും സ്വർഗത്തിൽ നിന്നും ഒഴുകിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിശുദ്ധ യൗസപിതാവിന്റെ വലിയ കരുതൽ എന്നും എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന 2 സഹോദരങ്ങളുണ്ട്, ആബേലും കായനും. ഒരു ദിവസം കായനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? കായൻ ദൈവത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. ദൈവം കായനോട് ചോദിച്ചപ്പോ എന്തുകൊണ്ട് ദൈവം ഈ ഒരു ചോദ്യം കായനോട് ചോദിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അസൂയ കാരണം സഹോദരന്റെ രക്തത്തെ ഭൂമിയിലേക്ക് ഒഴുകിയതിനു ശേഷമാണ് കായൻ ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കുക. ആ കായനോടാണ് ദൈവം ചോദിക്കുന്നത്, നിന്റെ സഹോദരനായ ആബേലിനെ. അപ്പോൾ ചോദിക്കുന്ന മറുപടിയുണ്ട് ദൈവത്തോട്, എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാനെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നൽകിയിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. വിശുദ്ധ യൗസപിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് 100% നീതിപൂർവം ജീവിച്ചു കാണിച്ച വലിയൊരു മനുഷ്യനാണ് യൗസപിതാവ് എന്ന് നിസ്സംശയം നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ ചില സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോൾ കാവൽക്കാരൻ എന്ന് എഴുതിയിട്ട് മിസ്റ്റർ യൗസപിതാവിന്റെ ആ രൂപത്തെ, ചിത്രത്തെ വച്ചിരിക്കുന്നതായിട്ട് കാണാം. തിരുസഭയുടെ കാവൽക്കാരൻ, കുടുംബങ്ങളുടെ കാവൽക്കാരൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ കാവൽക്കാരനായി ഇന്നും എന്നും സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്ന വലിയ വിശുദ്ധനാണ് വിശുദ്ധ യൗസപിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. സഹോദരങ്ങളുടെ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ കാണുവാനായിട്ട് സാധിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരത്തിന്, ദൈവഹിതത്തിന് കാതോർത്തവനാണ് യൗസപിതാവ് എന്നുള്ളതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ആ ദൈവഹിതത്തിന് തന്റെ ജീവിതത്തിന് ഉള്ള വ്യക്തിപരമായ സന്തോഷങ്ങളെക്കാളും ഒക്കെ ഉപരിയായി പ്രാധാന്യം കൊടുത്തവനാണ് യൗസപിതാവ്. അതുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ കാവൽക്കാരനായി 100% ജീവിക്കുവാനായിട്ട് യൗസപിതാവിന് സാധിച്ചത്. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന യൗസേപ്പിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അറിയിപ്പ് നൽകുന്നത്, സ്വപ്നത്തില് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം വേണം. ദൈവത്തിന്റെ സ്വരം അറിയുവാൻ, ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടുവാനും അതിനും ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും,
ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന ഒരു ഇടയ ബാലനെ കുറിച്ച്. ആദ്യം അവന് ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവന് മനസ്സിലാകുന്നില്ല. തന്റെ ഗുരുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, വീണ്ടും പോയി കിടക്കുന്നുണ്ട്, വീണ്ടും വന്ന് ഗുരുവിനോട് ചോദിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യമാണ് അവന് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ സ്വരമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്, ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ ഹിതവും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. തിരുസഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോ ആർക്കൊക്കെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചോ, ആരൊക്കെ ദൈവത്തിന്റെ ഹിതം തിരിച്ചു കടന്നു വന്നു കഴിഞ്ഞപ്പോ പിന്നീട് അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായി, അവൻ സുവിശേഷത്തിന്റെ മനുഷ്യനായിട്ട് മാറുകയാണ്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ഒരുങ്ങുന്നവരുടെ ജീവിതത്തിലെല്ലാം ഒരു പരിവർത്തനം സംഭവിക്കും. പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടും. പ്രാർത്ഥനയോടുകൂടി ഓരോ നിമിഷവും ദൈവമേ നിന്റെ ഹിതം വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ടുള്ള അവസരം സർവശക്തനായ ദൈവത്തെ കുറിച്ച് പിന്നീട് ഒരിക്കലും ഓർത്തിട്ടില്ല. തന്റെ ജീവിതത്തില് സന്തോഷം ലഭിക്കണമെന്നോർത്ത് പിന്നീട് ഒരിക്കലും പ്രവർത്തിച്ചിട്ട് നടക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് യാതൊരു വിധമായ നാണക്കേടും ഒന്നും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി വളരെയധികം നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്നെടുത്ത് ധ്യാനിച്ചു നോക്കിയാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഭാരം നൽകുന്നവർ കടന്നുവരും മാനിടകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവരെ ഈ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി നിർത്തുവാനും എന്ത് ചെയ്യുമെന്ന് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ. അങ്ങനെയല്ല ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഈ സഹനം നൽകുന്ന വ്യക്തികളിലൂടെ ദൈവം എന്താണെന്ന് ജനിച്ചിട്ടാണ് നമുക്ക് നൽകുന്ന ആദ്യത്തെ ദൈവഹിതം തിരിച്ചറിയുക. ദൈവം നൽകിയ ഉത്തരവാദിത്വങ്ങളെല്ലാം 100% നീതിയോടുകൂടി സന്തോഷത്തോടുകൂടി സന്തോഷപൂർവ്വം അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതായ പരിശുദ്ധ അമ്മയെ കഴുതയുടെ പുറത്തിലേക്ക് കയറ്റി സുരക്ഷിതയാക്കി ഗ്രന്ഥത്തില് നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിലെയോ എടുത്തു വെച്ച് ധ്യാനിക്കുന്നതിനോ യാതൊരു വിധമായിട്ടുള്ള അപായ സൂചനകളുണ്ട്. പക്ഷേ ഏൽപ്പിക്കുവാനായി തന്നെക്കാൾ ഉപരിയായി ഇവരെ കാത്തു പരിപാലിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജീവിതമായി പുതിയ കുടുംബത്തിന്റെ പാലകനായി നിന്നുകൊണ്ട് ആ കുടുംബത്തെ എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും നിലനിർത്തുവാൻ വേണ്ടി ദൈവം നൽകിയ ഉത്തരവാദിത്വം 100% ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. ഇന്നത്തെ ഈ പത്രമാധ്യമങ്ങളൊക്കെ ഒന്നെടുത്ത് പരിശോധിപ്പിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കർണപടങ്ങളിലൂടെ കടന്ന് ഹൃദയത്തിലേക്ക് മറന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ നടന്ന് സ്വന്തം ജീവിതത്തിന്റെ സന്തോഷം മാത്രം നോക്കി കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ സമയം കണ്ടെത്താത്ത കുടുംബനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനെ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. കുടുംബത്തിൽ വൈകുന്നേരം ജീവിത പങ്കാളിയെയും മക്കളെയും തിരുഹൃദയത്തിന്റെ ചിന്ത കുടുംബനാഥന്മാർ മൊബൈൽ ഫോൺ എടുത്തു വെച്ച് കളിക്കുകയും അതോടൊപ്പം തന്നെ ടിവിയുടെ മുൻപിലിരുന്ന് സീരിയലൊക്കെ കണ്ട് സമയം പാഴാക്കി കളയുകയും ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ, കുടുംബനാഥന്മാരെ പ്രത്യേകം തിരിച്ചറിയുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഇതുവരെ ജീവിച്ച് തുടങ്ങിയിട്ടില്ല. മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ വേദന മനസ്സിലാക്കാത്ത, മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ ആ ആഴം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്ന് ഞാനും നിങ്ങളും മാറി നിന്നുമൊക്കെ പരിഭവം പറയുമ്പോ അതിന്റെ പിന്നില് നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മൾ മറന്നുപോയിട്ടില്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്വരത്തിനനുസരിച്ച് ജീവിതത്തെ അറിയാതെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അത് നസറത്തിലെ തിരു കുടുംബങ്ങളെ പോലെയായിട്ട് മാറും. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം സ്വർഗത്തെ പോലെയായിട്ട് മാറും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. യോസേഫിന്റെ മാധ്യസ്ഥം നമ്മൾ ഉപയോഗിച്ച് അപേക്ഷിക്കണം. യോസേഫിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കണം യേശുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനും അവരുടെ നെറ്റിത്തടങ്ങളിൽ ചുംബിക്കുവാനും ഒക്കെ ലഭിച്ച അവസരം.
അതേ പിതൃസഹജമായ സ്നേഹത്തോടുകൂടി യൗസപിതാവ് നമുക്ക് വേണ്ടിയും നിരന്തരം ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ ശക്തി നമ്മളോടുകൂടി ആയിരുന്നിട്ട് ജീവിതത്തിലെ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോവുക. അത് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ഈ ക്രമപ്പെടുത്താത്തത് കൊണ്ടാണ്. ദൈവം നൽകിയ ഉത്തരവാദിത്വം ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടാണ്. ആ വലിയ മാതൃക നമുക്ക് യോസിക്കാവുന്ന വലിയ മാതൃക നമുക്ക് വിടുതരാൻ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ദൈവം നൽകിയ ഉത്തരവാദിത്വം ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനങ്ങൾ ഒരു പുതിയ മനുഷ്യനായി ദൈവത്തിന്റെ ഓടൊപ്പമുള്ള യാത്രയിലായിരിക്കുവാനുള്ള കൃപ നൽകുന്ന ദിനങ്ങളായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. പുണ്യവാനായ മനുഷ്യൻ വെള്ളിപോലെ പ്രശോഭിക്കും. കർത്താവിന്റെ മുമ്പിൽ അവനെന്നും വളരും. പുണ്യവാനായ മനുഷ്യൻ വെള്ളിപോലെ പ്രശോഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുണ്യവാനായ മനുഷ്യൻ വെള്ളിപോലെ പ്രശോഭിക്കും. പിതാവ് വിശുദ്ധനും വിവേകിയുമായ ഭൃത്യൻ, അവനിൽ ഗൃഹനാഥൻ ഭവനത്തിന്റെ ചുമതലകളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ, അവനിൽ ഗൃഹനാഥൻ ഭവനത്തിന്റെ ചുമതലകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവനിൽ ഗൃഹനാഥൻ ഭവനത്തിന്റെ ചുമതലകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ, അവനിൽ ഗൃഹനാഥൻ ഭവനത്തിന്റെ ചുമതലകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും പിതാവായ ദൈവത്തോട് വിശ്വസിതാവിന്റെ മനസ്സയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് കാത്തു സൂക്ഷിച്ചു പോകുന്ന രഹസ്യം തന്റെ പുത്രൻ വഴി യോസേഫ് പിതാവിന് വെളിപ്പെടുത്തിയ ദൈവമേ, അങ്ങയുടെ പുത്രനെ ദൈവവും മനുഷ്യനുമായി ഏറ്റുപറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം അർപ്പണം ചെയ്യുവാൻ വിശുദ്ധ യോസേപ്പിനെ പ്രാപ്തനാക്കിയ പിതാവേ, എല്ലാറ്റിനുപരിയായി അങ്ങയുടെ രാജ്യത്തെ നീതിയെ അന്വേഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓരോരുത്തരെയും സമർപ്പിക്കാം. തിരുനാൾ ആഘോഷിക്കുവാൻ കഴിയാതെ ദൂരങ്ങളിലായിരിക്കുന്ന പ്രദേശത്തായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ തൊഴിലിടങ്ങളെ സമർപ്പിക്കാം. ും
സമീപിക്കുവാനാണ് തീരുമാനസായല്ലോ. ഈ പുണ്യചരിത്രത്തിന്റെ മാധ്യസ്ഥം വഴി തിരുസഭ ക്രിസ്തുവിനോട് പരിപൂർണമായ വിശ്വസ്തത പാലിച്ച് രക്ഷണ ദൗത്യം അനുസ്യൂതം നിറവേറ്റുവാൻ അനുഗ്രഹം. ദൈവമേ, അങ്ങയുടെ ദിവ്യാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലങ്ങൾ നിരന്തരം അനുഭവിക്കുവാൻ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങളെന്നും അനുഗ്രഹം മരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
യേശുവിൻ വത്സലതാത കന്യാവ്രതക്കാർക്കു കാവൽക്കാരാ കനിയേണമേ കാക്കേണമേ പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. ദൈവഹിതത്തിൽ ജീവിക്കുവാൻ ദൈവരാജ്യത്തിനു സാക്ഷ്യമേകാൻ ദൈവത്തിൻ വിളിയുടെ ആഴവും അർത്ഥവും എപ്പോഴും തിരിച്ചറിയാൻ കനിയേണമേ കാക്കേണമേ പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. തിരുവചനത്തിൽ ജീവിക്കുവാൻ വചന വെളിച്ചം പകർന്നിടുവാൻ ദിവ്യകാരുണ്യത്തിൽ വേരുറപ്പിച്ചെന്നും വിശുദ്ധരായി തീർന്നിടുവാൻ കനിയേണമേ കാക്കേണമേ പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. കർത്താവാം യേശുവിൻ വത്സലതാത കന്യാവ്രതക്കാർക്കു കാവൽക്കാരാ കനിയേണമേ കാക്കേണമേ പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. കരുതുന്ന സ്നേഹമാ നീതിയാ നിറയുന്ന നന്മയായി തച്ചനെന്നും
തച്ചനെന്നും പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ തച്ചനെന്നും 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 സുകൃതസുമങ്ങളാൽ മേരി ചേർത്തവൻ അരുമയം പൈതലിനെ നെഞ്ചോടണച്ചവൻ മനം പിളരുന്ന നേരങ്ങളൊക്കെയും മൗനത്തിൻ വിലയെന്ന് കാട്ടിയ താതന്നീ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ തച്ചനെന്നും 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 ഇടറുന്ന ജീവിത യാനങ്ങളിൽ നിൻ വിയർപ്പ് തുള്ളികൾ നിഷ്ഫലമല്ല ഈ ലോകയാത്രയിൽ കാവലായി നിൽക്കണേ ദൈവ സ്വപ്നങ്ങൾക്ക് കാവലാളായോനേ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ തച്ചനെന്നും 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 കാവലാ കരുതുന്ന സ്നേഹമാ നീതിയാ നിറയുന്ന നന്മയായി തച്ചനെന്നും തച്ചനെന്നും പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരയുള്ളവൻ തച്ചനെന്നും 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 നീതിമാനായ
യൗസേപ്പിതാവേ നീതിയിൽ ഞങ്ങളെ വളർത്തണമേ. യൗസേപ്പിതാവേ കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. നീതിമാനായ യൗസേപ്പിതാവേ കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനേ തിരുസഭയുടെ സൽപിതാവേ ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. കേടുന്നു മക്കൾ തിരുസവിധേ. ക്ലേശത്താൽ അലയുമ്പോൾ രോഗത്താൽ നീറുമ്പോൾ ആശ്വാസദായകനായി വന്നിടണേ. ക്ലേശത്താൽ അലയുമ്പോൾ രോഗത്താൽ നീറുമ്പോൾ ആശ്വാസദായകനായി വന്നിടണേ. വിശ്വാസം ജീവിത മാർഗമായി മാറ്റിയ വിനയത്തിൻ മാതൃകയാം പുണ്യവാനേ വിശ്വാസം ജീവിത മാർഗമായി മാറ്റിയ വിനയത്തിൻ മാതൃകയാം പുണ്യവാനേ. നീതിമാനേ നിന്റെ കൂടെ ദൈവകാരുണ്യം വാഴ്ത്തുമ്പോൾ എൻ്റെ കുടുംബവും പാവനമായിടും. നീതിമാനായ യൗസേപ്പിതാവേ കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ. നീതിമാനായ യൗസേപ്പേ ദാവീദിൻ ഗോത്രത്തിൻ അഭിമാനമേ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കുരിശുയർത്തും നേരം പുഞ്ചിരി തൂകാതെ തനിയേണമേ. കൈക്കൊണ്ടു പാപത്തിൽ തിന്നു മകന്നേ
കർത്താവാം യേശുവിൻ വത്സലതാത കന്യാവ്രതക്കാർക്കു കാവൽക്കാരാ കനിയേണമേ കാക്കേണമേ പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. ദൈവഹിതത്തിൽ ജീവിക്കുവാൻ ദൈവരാജ്യത്തിനു സാക്ഷ്യമേകാൻ ദൈവത്തിൻ വിളിയുടെ ആഴവും അർത്ഥവും എപ്പോഴും തിരിച്ചറിയാൻ കനിയേണമേ കാക്കേണമേ. പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. തിരുവചനത്തിൽ ജീവിക്കുവാൻ വചന വെളിച്ചം പകർന്നിടുവാൻ ദിവ്യകാരുണ്യത്തിൽ വേരുറപ്പിച്ചെന്നും വിശുദ്ധരായി തീർന്നിടുവാൻ കനിയേണമേ കാക്കേണമേ. പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. കർത്താവാം യേശുവിൻ വത്സലതാത കന്യാവ്രതക്കാർക്കു കാവൽക്കാരാ കനിയേണമേ കാക്കേണമേ. പുത്രനിൽ ഞങ്ങളെ ചേർക്കേണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ തിരുസഭതൻ സംരക്ഷകനേ.
വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ. വാഴുക വാഴുക യൗസേപ്പിതാവേ, തിരുസഭതൻ സംരക്ഷകനേ. വിനയത്തിൽ വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ഞങ്ങളെ നയിക്കണമേ.